എഡ്യൂക്വസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ തികച്ച ആദ്യ മലയാളി താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ തികച്ച ആദ്യ മലയാളി താരം ബാസിൽ ഹമീദ്. UAE ടീമിനായി കളിക്കുന്ന ബാസിൽ ഹമീദാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ തികച്ച ആദ്യ മലയാളി താരം. ഗാർഹിക പീഡന നിയമം മതസാമൂഹിക വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന വിധി പ്രഖ്യാപിച്ചത്. ഗാർഹിക പീഡന നിയമം മത സാമൂഹിക വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഗാർഹിക പീഡന നിയമം മത സാമൂഹിക വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന വിധി പ്രഖ്യാപിച്ചത്. 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം. 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു. തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ് 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം. 2024 അണ്ടർ 17 സാഫ് ഫുട്ബോൾ ജേതാക്കൾ. 2024 അണ്ടർ 17 സാഫ് ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യയാണ് 2024 അണ്ടർ 17 സാഫ് ഫുട്ബോൾ ജേതാക്കൾ. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത്. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കേരളമാണ് നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് വിറ്റ്നസ്? ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് വിറ്റ്നസ്? സാക്ഷി മാലിക്. ഇന്ത്യൻ ഗുസ്തി താരമായ സാക്ഷി മാലിക്കിൻ്റെ ഓർമ്മക്കുറിപ്പാണ് വിറ്റ്നസ്. ഫെയിം പദ്ധതിക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച പദ്ധതി. ഫെയിം പദ്ധതിക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച പദ്ധതി PM ഇ-ഡ്രൈവ്. PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെൻറ്റ്. PM ഇ-ഡ്രൈവ് ആണ് ഫെയിം പദ്ധതിക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച പദ്ധതി. സ്പീഡ് പദ്ധതിയുടെ ഭാഗമായി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് പുറത്തിറക്കിയ പുസ്തകം. സ്പീഡ് പദ്ധതിയുടെ ഭാഗമായി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് പുറത്തിറക്കിയ പുസ്തകം കോംപ്രിഹെൻസീവ് റിസോഴ്സ് ബുക്ക് ഓൺ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. കോംപ്രിഹെൻസീവ് റിസോഴ്സ് ബുക്ക് ഓൺ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന പുസ്തകമാണ് സ്പീഡ് പദ്ധതിയുടെ ഭാഗമായി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് പുറത്തിറക്കിയ പുസ്തകം. ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശശി തരൂർ. ശശി തരൂറാണ് ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ ആദ്യ വനിതാ പൈലറ്റ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ ആദ്യ വനിതാ പൈലറ്റ് മോഹന സിംഗ്. മോഹന സിംഗ് ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ ആദ്യ
വനിതാ പൈലറ്റ്. NHS ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റ്, ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ്. NHS ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റ്, ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് MAL. MAL എന്ന രക്തഗ്രൂപ്പാണ് NHS ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റ്, ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനം. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനം പൗർണമി. പൗർണമി എന്ന നെല്ലിനമാണ് കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനം. ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയത്. ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയത് ഇന്ത്യ. ഇന്ത്യയുടെ ഐഹിക മുഖർജിയും സുധീർഥ മുഖർജിയും അടങ്ങിയ ടീമാണ് ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയത്. ലോകത്തിലാദ്യമായി ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തിയ ചികിത്സാരീതി കണ്ടെത്തിയ രാജ്യം. ലോകത്തിലാദ്യമായി ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തിയ ചികിത്സാരീതി കണ്ടെത്തിയ രാജ്യം ചൈന. ചൈനയാണ് ലോകത്തിലാദ്യമായി ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തിയ ചികിത്സാരീതി കണ്ടെത്തിയ രാജ്യം. 2023-24 അർബൻ ട്രാൻസ്പോർട്ട് ഇന്നൊവേഷനുള്ള ഹഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത്. 2023-24 അർബൻ ട്രാൻസ്പോർട്ട് ഇന്നൊവേഷനുള്ള ഹഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ് 2023-24 വർഷത്തെ അർബൻ ട്രാൻസ്പോർട്ട് ഇന്നൊവേഷനുള്ള ഹഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത്. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചത്. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചത് KT ജലീൽ. KT ജലീലാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചത്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഹൈദരാബാദ്. ഹൈദരാബാദാണ് 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി ആശാ ശോഭന. ആശാ ശോഭനയാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി. 2024-2025 വർഷത്തെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത്. 2024-25 വർഷത്തെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് സച്ചിൻ ബേബി. സച്ചിൻ ബേബിയാണ് 2024-25 വർഷത്തെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത്. AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഭാരത് ജൻ. ഭാരത് ജൻ എന്ന പദ്ധതിയാണ് AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച പദ്ധതി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച പദ്ധതി ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ്. ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച പദ്ധതി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് പരമേഷ് ശിവമണി. പരമേഷ് ശിവമണിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? തച്ചാട്ട് വിശ്വനാഥ് നരേന്ദ്രൻ. തച്ചാട്ട് വിശ്വനാഥ് നരേന്ദ്രനാണ് വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത്? ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് സഞ്ജീവ് കുമാർ സിംഗ്ല. സഞ്ജീവ് കുമാർ സിംഗ്ലയാണ് ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ വികസനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ വികസനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി പ്രൊജക്റ്റ് അനന്ത. പ്രൊജക്റ്റ് അനന്തയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ വികസനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി. മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ പുതുക്കിയ പേര്? മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ പുതുക്കിയ പേര് രത്തൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റി. രത്തൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റി എന്നതാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ പുതുക്കിയ പേര്. 2024 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO സമ്മിറ്റിൻ്റെ വേദി? 2024 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റിൻ്റെ വേദി ഇസ്ലാമാബാദ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് ആയിരുന്നു 2024 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO സമ്മിറ്റിൻ്റെ വേദി. അടുത്തിടെ അന്തരിച്ച പ്രേം നസീറിൻ്റെ ആദ്യ സിനിമയിലെ നായിക? അടുത്തിടെ അന്തരിച്ച പ്രേം നസീറിൻ്റെ ആദ്യ സിനിമയിലെ നായിക നെയ്യാറ്റിൻകര കോമളം. നെയ്യാറ്റിൻകര കോമളമാണ് അടുത്തിടെ അന്തരിച്ച പ്രേം നസീറിൻ്റെ ആദ്യ സിനിമയിലെ നായിക. ഇന്ത്യൻ റെയിൽവേ റിസർവേഷനുകളുടെ കാലാവധി 120 ദിവസത്തിൽ നിന്നും എത്ര ദിവസമായാണ് കുറച്ചത്? ഇന്ത്യൻ റെയിൽവേ റിസർവേഷനുകളുടെ കാലാവധി 120 ദിവസത്തിൽ നിന്നും എത്ര ദിവസമായാണ് കുറച്ചത്? 60 ദിവസം. ഇന്ത്യൻ റെയിൽവേ റിസർവേഷനുകളുടെ കാലാവധി 120 ദിവസത്തിൽ നിന്നും 60 ദിവസമായാണ് കുറച്ചത്. പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തെ എക്കാലത്തെയും മികച്ച ഫുട്ബോളർ? പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തെ എക്കാലത്തെയും മികച്ച ഫുട്ബോളർ ലയണൽ മെസ്സി. ലയണൽ മെസ്സിയാണ് പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തെ എക്കാലത്തെയും മികച്ച ഫുട്ബോളർ. 2024 WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് കിരീടം നേടിയത്? 2024 WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് കിരീടം നേടിയത് അർജുൻ എറിഗൈസി. അർജുൻ എറിഗൈസിയാണ് 2024 WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് കിരീടം നേടിയത്. യാർസ് ആണവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയ രാജ്യം? യാർസ് ആണവ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയ രാജ്യം റഷ്യ. റഷ്യയാണ് യാർസ് ആണവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയ രാജ്യം. 2024 ഫെമിന മിസ് ഇന്ത്യ വിജയി? 2024 ഫെമിന മിസ് ഇന്ത്യ വിജയി നികിത പോർവാൾ. മധ്യപ്രദേശുകാരിയായ നികിത പോർവാളാണ് 2024 ഫെമിന മിസ് ഇന്ത്യ വിജയി. ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് മിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് മിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി സമന്വയം. സമന്വയം പദ്ധതിയാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് മിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി. ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡറായി നിയമിതയായത്? ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡറായി നിയമിതയായത് രശ്മിക മന്ദാന. രശ്മിക മന്ദാനയാണ്
ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡറായി നിയമിതയായത്? 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി കസാൻ, റഷ്യയിലെ കസാനാണ് 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി. ക്ഷയരോഗത്തെ ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്ന കുഞ്ഞൻ എക്സ്റേ തദ്ദേശീയമായി വികസിപ്പിച്ചത്? ക്ഷയരോഗത്തെ ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്ന കുഞ്ഞൻ എക്സ്റേ തദ്ദേശീയമായി വികസിപ്പിച്ചത് IIT കാൺപൂറും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും സംയുക്തമായി. ICMR ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും IIT കാൺപൂറും സംയുക്തമായിട്ടാണ് ക്ഷയരോഗത്തെ ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്ന കുഞ്ഞൻ എക്സ്റേ തദ്ദേശീയമായി വികസിപ്പിച്ചത്. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിലെത്തിക്കാനുള്ള ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ 4. ചന്ദ്രയാൻ 4 ആണ് റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം. സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുള്ള കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത്? സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുള്ള കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് M. ജയചന്ദ്രൻ. M. ജയചന്ദ്രനാണ് സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുള്ള കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി. 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി മെക്സിക്കോ, US, കാനഡ. മെക്സിക്കോ, US, കാനഡ എന്നിവിടങ്ങളിലായിട്ടാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. ജഡ്ജിക്കെതിരെയുള്ള വിമർശനവും അധിക്ഷേപവും കോടതി അലക്ഷ്യമല്ല എന്ന് വിധിച്ചത്? ജഡ്ജിക്കെതിരെയുള്ള വിമർശനവും അധിക്ഷേപവും കോടതി അലക്ഷ്യമല്ല എന്ന് വിധിച്ചത് മദ്രാസ് ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോടതിയാണ് ജഡ്ജിക്കെതിരെയുള്ള വിമർശനവും അധിക്ഷേപവും കോടതി അലക്ഷ്യമല്ല എന്ന് വിധിച്ചത്. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതി. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതി നവോത്ഥാൻ പദ്ധതി. നവോത്ഥാൻ ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ്. നവോത്ഥാൻ പദ്ധതിയാണ് വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതി. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രി. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഒമർ അബ്ദുള്ളയാണ് പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രി. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച മൂന്നാമത്തെ സംസ്ഥാനം. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച മൂന്നാമത്തെ സംസ്ഥാനം തെലങ്കാന. തെലങ്കാനയാണ് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച മൂന്നാമത്തെ സംസ്ഥാനം. ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചെത്തിക്കാനും ISRO ഒരുക്കുന്ന കൂറ്റൻ റോക്കറ്റ്. ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചെത്തിക്കാനും ISRO ഒരുക്കുന്ന കൂറ്റൻ റോക്കറ്റിൻ്റെ പേര് സൂര്യ. സൂര്യ എന്ന കൂറ്റൻ റോക്കറ്റാണ് ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചെത്തിക്കാനും ISRO ഒരുക്കുന്ന കൂറ്റൻ റോക്കറ്റ്. 2024 ഇറാനി ട്രോഫി കിരീടം നേടിയത്. 2024 ഇറാനി ട്രോഫി കിരീടം നേടിയത് മുംബൈ. മുംബൈയാണ് 2024
ഇറാനി ട്രോഫി കിരീടം നേടിയത്? ഇ പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പദ്ധതിയിട്ട ആദ്യ ഹൈക്കോടതി? ഇ പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പദ്ധതിയിട്ട ആദ്യ ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് ഇ പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പദ്ധതിയിട്ട ആദ്യ ഹൈക്കോടതി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.